ഇനി ചിക്കൻ വാങ്ങുമ്പോൾ വളരെ വേഗത്തിൽ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഒരു കടായി തീയിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1.5 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയൊക്കെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു 3 പച്ചമുളക് നടുകിനെ കീറിയതും 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തരിയായിട്ട് പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വെള്ളം നമ്മൾ ഒട്ടും ഇതിലേക്ക് ചേർത്തിട്ടില്ല. കാരണം ഇത് കണ്ടോ, നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായി വരും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചിക്കൻ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതേ കളറൊക്കെ മാറി ഈ ഒരു രൂപത്തിൽ വരും. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കണം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 2 സവോള അരിഞ്ഞതും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളക് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 തക്കാളി, ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എടുത്തത്, 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പ് ചിക്കനും ചേർക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളൂ. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ മൊത്തം ആദ്യം 20 മിനിറ്റും പിന്നെ ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റും കൂടെ വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് കസ്തൂരി മേത്തി പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റിൽ ചിക്കൻ പെപ്പർ റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ സ്റ്റോറീസ് ബൈ വടക്കൻ എന്ന ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.